ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പാർട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ പുഡിങ്ങാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ മേരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അടുത്തതായിട്ട് ചെയ്യുന്നത് ഞാനിതാ 10 ഗ്രാം ജലറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ജലറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഇത് രണ്ടിൽ ഏതായാലും 10 ഗ്രാമാണ് എടുക്കേണ്ടത്. ജലറ്റിന് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസ് എടുത്താലും മതി. ഞാനിപ്പോൾ ഇതാ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഞാനിതാ ഇതുപോലെ കൈവച്ചിട്ട് ചെറിയ പീസാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മിക്സിയിലാകുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ കൈവച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കലായിരിക്കും നല്ലത്. ഇത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇല്ലാത്ത കയ്യിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്നങ്ങ് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ്. ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമോ അല്ലെങ്കിൽ പാലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെച്ചിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത കാര്യം ചെയ്യുന്നത്. ഇതിപ്പം നല്ലോണം ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ നട്ട്സ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നട്ട്സ് എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അതും കൂടെ ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിപ്പം ഇത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ളൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു ലെയറും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. മുകളിൽ നമ്മൾ ഒരു ലെയറും കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം, ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് ഒഴിച്ചത്. അപ്പോൾ ഈ ഒരു കപ്പ് ഇത് 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിൻ്റെ അളവ് 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും പിന്നെ പഞ്ചസാരയും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാലിപ്പം ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തിളച്ച് വരാനായ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലറ്റിനാണ് ചേർക്കുന്നത്. 10 ഗ്രാം ജലറ്റിനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഈ ഒരു ജലറ്റിനൊന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് മതി. നിങ്ങൾ ചൈന ഗ്രാസാണ് ചേർക്കുന്നതെങ്കിൽ ചൈന ഗ്രാസ് ആദ്യം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം വേണം പാലിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ ചൂട് ഒന്ന് മാറിയിട്ട് വേണം നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു ലെയർമലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നല്ല ചൂടോടുകൂടി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റും ഈ ഒരു പാലിൻ്റെ മിക്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു ചൂടോടുകൂടെ നമുക്ക് ഈ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കൊന്നുമില്ല, ഇതിന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ്. ഏകദേശം ഒരു 2-3 മണിക്കൂർ മതിയാകും ഇത് സെറ്റ് ചെയ്ത് കിട്ടാൻ. അങ്ങനെ നമ്മുടെ പുഡിങ് ഇതാ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ചെറിയൊരു ഡെക്കറേഷനായിട്ട് കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ട് അരിപ്പയിലൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണേൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നട്ട്സൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പുഡിങ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങളിത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വല്ല ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബെല്ലൈക്കനിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്തതായിട്ട് കാണാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.